ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഈ ട്രെയിനൊക്കെ കയറി എങ്ങോട്ട് പോകുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം എറണാകുളത്താണ്. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് എറണാകുളത്ത് വരുന്നത്. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ കൊച്ചി മെട്രോ പാലത്തിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ തേരാപ്പാരം നടക്കുകയാണ്. നമ്മൾ ഒരു കാർ ഡെലിവറി എടുക്കാനാണ് പോകുന്നത്. കാർ ഏതൊക്കെയാണെന്ന് നമുക്ക് വഴിയേ പറഞ്ഞുതരാം. അപ്പോൾ രാവിലെ തന്നെ ശരവണ ഭവനിൽ കയറി ദോശയൊക്കെ കഴിച്ച് വലിയ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നീണ്ട 7-8 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും മെട്രോ ട്രെയിനിൽ കയറാൻ പോവുകയാണ്. പണ്ട് ഞാൻ 6ാം ക്ലാസ് 7ാം ക്ലാസ്സൊക്കെ ആയിരുന്നപ്പോൾ 2 മാസം വെക്കേഷനോടെ വന്ന് നിൽക്കുമായിരുന്നു. ആൻറ്റി അങ്കിളൊക്കെ പണ്ട് എറണാകുളത്തായിരുന്നു കേട്ടോ. അപ്പോഴേ ഇവിടെ വന്ന് നിന്നതാണ്. പിന്നീട് അങ്ങനെ വലുതായിട്ട് ഇവിടെ വന്നിട്ടില്ല എറണാകുളത്ത്. അങ്ങനെ കുറേ നാളിന് ശേഷം മെട്രോയിൽ കയറി. സോ ഗൈസ്, നമ്മൾ മെട്രോയിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. MGയുടെ കോസ്റ്റ് ലൈൻ ഗ്യാരേജസ് കൊച്ചിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഷോറൂം കൊള്ളാം കേട്ടോ. അകത്തൊക്കെ നല്ല ആംബിയൻസ് കേട്ടോ, നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. കുറേ പോസ്റ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാർ റിവീലിങ്ങിനായിട്ട് ഇവിടെ തുണിയൊക്കെ ഇട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനു മുമ്പ് ചെറിയ കുറച്ച് പേപ്പറുകളൊക്കെ സൈൻ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. MGയുടെ പുതിയ ഇലക്ട്രിക് ആയിട്ടുള്ള MGയുടെ വിൻസറാണ് കേട്ടോ മാമൻ എടുത്തിട്ടുള്ളത്. കൊള്ളാം കേട്ടോ. വണ്ടി അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്, നല്ല ഫീച്ചേഴ്സും ഉള്ള വണ്ടിയാണ് കേട്ടോ. ഷോറൂമുകാർ തന്നെ നമുക്കൊരു അടിപൊളി കേക്കൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് നമ്മൾ കഴിച്ചില്ലായിരുന്നു. ഇതിൽ നമുക്കിത് കാറിൻ്റെ ചെറിയ ബേസിക് ഫീച്ചേഴ്സൊക്കെ പറഞ്ഞു തന്നിട്ട് എങ്ങനെ എടുക്കണമെന്നൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞ് എന്നിട്ട് വണ്ടി പുറത്തോട്ട് എടുത്ത് കേട്ടോ നമ്മൾ. അപ്പോൾ വണ്ടിയുടെ ഇൻറ്റീരിയർ നമുക്ക് നോക്കാം കേട്ടോ. ഒരു ക്വിക്ക് റിവ്യൂ നോക്കാം. ഇൻറ്റീരിയർ കൊള്ളാം കേട്ടോ. ഭയങ്കര എസ്തെറ്റിക് ആൻഡ് സിമ്പിളായിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് കേട്ടോ. പെയിൻ്റായിട്ട് മാച്ച് ചെയ്യുന്ന കണക്കിനുള്ള ഒരു ഇൻറ്റീരിയറാണ് കേട്ടോ. സൈഡിൽ ചെറിയൊരു ഇതേ കണക്ക് സൈഡിൽ സ്പീക്കേഴ്സൊക്കെ ഉണ്ട്. അതിലൊരു ഗോൾഡ് പോലത്തേക്ക് ഒരു കളറാണ് കേട്ടോ ഇത് കൊടുത്തിട്ടുള്ളത്. ഗോൾഡ്, ബ്ലാക്ക്, വൈറ്റ്, ലെതർ സീറ്റാണ് കേട്ടോ. തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ആ ഒരു സോളിഡ് ഫീല് നമുക്ക് മനസ്സിലാവുന്നുണ്ട് വണ്ടിയിൽ. വണ്ടിയുടെ ഫുൾ പരിപാടികൾ എന്താ ഈ ഒരു ഡിസ്പ്ലേക്കകത്താണുള്ളത് കേട്ടോ. ഇതിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കാൻ മാത്രം 1 മണിക്കൂർ അരമണിക്കൂറൊക്കെ എടുത്തായിരുന്നു കേട്ടോ. ആ ഡിസ്പ്ലേക്കകത്താണ് ഫുൾ പരിപാടികൾ. അഡാസ് ഫീച്ചർ, വെന്റിലേറ്റഡ് സീറ്റ്, പാനോരമിക് സൺറൂഫ് എന്ന് പറയേണ്ട ഫീച്ചേഴ്സ് കുത്തി നിറച്ചിട്ടുണ്ട് ഈ വണ്ടിക്കകത്ത്. പിന്നെ വണ്ടിയുടെ അകത്ത് ആംബിയൻ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. അത് രാത്രി ആകുമ്പോൾ ഓണാവും. നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് ഓണാവുന്ന ഫീച്ചറൊക്കെ ഓൺ ചെയ്ത് തരാൻ പറ്റും. രാത്രി അടിപൊളിയാണ് കേട്ടോ. വണ്ടിക്കകത്തൊക്കെ നല്ല ലൈറ്റൊക്കെ കത്തും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെയ്തി ദാബയിൽ വന്നിട്ട് എറണാകുളത്ത് പണ്ട് ഞാൻ പറഞ്ഞില്ല, ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുമായിരുന്നു കേട്ടോ. എൻ്റെ എറണാകുളത്തുള്ള ഒരു ഫേവറേറ്റ് ഫുഡ് സ്പോട്ടാണിത്. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത്യാവശ്യം നല്ല ഫുഡാണ് ഇവിടെ. ഭയങ്കര നൊസ്റ്റാൾജി എനിക്ക് ഇവിടെ വരുമ്പോൾ. നമ്മൾ ഇനി നേരെ തിരുവനന്തപുരത്തോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ കോട്ടയൊക്കെ എത്തിയപ്പോൾ നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇവിടെ ബൂസ്റ്റർ ചായയിൽ കയറി കേട്ടോ. അടിപൊളി ഒരു കുഞ്ഞു കട കേട്ടോ. നല്ലൊരു എസ്തെറ്റിക് വൈബ് ഉണ്ട്. രാത്രിക്ക് അടിപൊളി. പിന്നെ പൈസ ഇല്ലാത്തവർക്ക് ഇവർ ആക്ച്വലി ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്യാഷ്യറിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുക എന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു സംഭവമാണ് കേട്ടോ. വിശന്ന് പൈസ ഇല്ലാതെ വരുന്നവർക്ക് ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാം. സോ ഫ്രണ്ട്സ്, എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഇതിലേക്ക് DK സൈനിങ് ഔട്ട്.